നമുക്കറിയാം, സുജൂദ് അല്ലാഹു സുബ്ഹാനഹു തആല അടിമകൾക്ക് നിയമമാക്കിയിട്ടുള്ള ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ അഫ്ളലായ ഇബാദത്താണ് സുജൂദ്. അതൊക്കെ ഏറെ ഇഷ്ടമാണ് സുജൂദ് ചെയ്യുന്ന ആൾക്കാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, നിങ്ങൾ അലൈക ബികസ്റത്തി സുജൂദ്, നിങ്ങൾ സുജൂദ് അധികരിപ്പിക്കുക. എത്രത്തോളം സുജൂദ് അധികരിപ്പിക്കുന്നുവോ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദറജ ഉയർത്തുകയും പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. വേറെ ഹദീസിൽ കാണാം, റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ ഖാദിമീങ്ങളിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹമാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് സാധാരണ വുളൂ ചെയ്യാനുള്ള വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കാറുള്ളത്. അങ്ങനെ ആ സ്വഹാബി ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾക്ക് വെള്ളം കൊണ്ടു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിച്ചു, സൽ, നിനക്ക് ആവശ്യമുള്ള കാര്യം ചോദിക്ക്. അപ്പോൾ ആ സഹാബി പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലേ, താങ്കളുടെ കൂടെ സ്വർഗത്തിലൊരിടം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് കൊടുത്ത മറുപടി, ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, നീ സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സുജൂദ് ഒരുപാട് ഫളിലുകളും പോരിശകളും പറയപ്പെട്ട ഇബാദത്താണ്. മനുഷ്യന്റെ ജീവിതത്തിൽ റബ്ബിലേക്ക് അടുക്കാൻ അതിനേക്കാൾ നല്ലൊരു ഇബാദത്ത് വേറെയില്ല. ചില പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഇവിടെ സുജൂദ് കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വലാത്താണ്, നിസ്കാരമാണ്. കാരണം നിസ്കാരം അതിലൊരുപാട് സുജൂദുകൾ അധികരിച്ചുകൊണ്ടേയിരിക്കും. വേറെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, ഒരു അടിമ റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിലാണ്. സുജൂദിലാണ് ഒരടിമ റബ്ബുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് ഫഅക്തിറൂ ഫീഹി ദുആ, നിങ്ങൾ സുജൂദിൽ ദുആ അധികരിപ്പിച്ചു കൊള്ളുക. എന്ത് വേണമെങ്കിൽ ദുആ നിങ്ങൾക്ക് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ സുജൂദിലാണ് മനുഷ്യൻ, അടിമകൾ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് ഫഅക്തിറൂ ഫീഹി ദുആ, നിങ്ങൾ ദുആ അധികരിപ്പിച്ചു കൊള്ളുക. വേറെ ചില ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അമ്മർ റുകൂഉ ഫഅദ്ദിമു ഫീഹി റബ്ബ്, റുകൂഇൽ നിങ്ങൾ അള്ളാഹുവിനെ പുകഴ്ത്തുക. വ അമ്മസ് സുജൂദു, എന്നാൽ സുജൂദിൽ ഫഅക്തിറൂ ഫീഹി ദുആ, നിങ്ങൾ ദുആ അധികരിപ്പിക്കുക. എത്ര കണ്ട് മനുഷ്യന് ആവശ്യങ്ങളുണ്ടോ പരാതികളുണ്ടോ എല്ലാം സുജൂദിൽ ആ ഭാരങ്ങളൊക്കെ റബ്ബിന്റെ മുന്നിൽ നമുക്ക് ഇറക്കി വെക്കാം എന്നാണ് ഈ ഹദീസൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്രത്തോളം പോരിശയേറിയ മുസ്ലിമിന്റെ ജീവിതത്തിൽ അനിവാര്യമായൊരു ഇബാദത്താണ്. ഇതെങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളും, 7 അവയവത്തിന്റെ മേൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. ഈ 7 അവയവങ്ങൾ കൊണ്ട് സുജൂദ് ചെയ്താലേ മനുഷ്യന്റെ സുജൂദ് ശരിയാവുകയുള്ളൂ. ഈ 7 അവയവങ്ങൾ എങ്ങനെയാണോ റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്നത് അതേപോലെ നമ്മൾ ചെയ്താലേ നമ്മുടെ സുജൂദ് ശരിയാവുകയുള്ളൂ. സുജൂദ് നമുക്കറിയാം നിസ്കാരത്തിന്റെ റുക്നാണ്. ആ റുക്ന് ശരിയായാലേ നിസ്കാരം ശരിയാകൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ഇത്ര ഗൗരവത്തോടു കൂടി നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. റസൂൽ പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. വേറെ ഇബാദത്തൊന്നും റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അത് മാത്രമല്ല, മിമ്പറിന്റെ മുകളിൽ കയറി റസൂൽ നിസ്കാരം പഠിപ്പിച്ചിരുന്നു സഹാബാക്കളെ. മിമ്പറിന്റെ മേലെ കയറി നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കുക. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളും, 7 അവയവത്തിന്റെ മേൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. ഏത് അവയവങ്ങൾ? ഒന്ന് അലൽ ജബ്ഹ, നെറ്റിയാണ്. അലൽ ജബ്ഹ, നെറ്റി. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅശാറ ബിയദിഹി ഇലൽ അൻഫ്, മൂക്കിലേക്കും വിരൽ ചൂണ്ടി. മൂക്കും നെറ്റിയും ഒന്നായിട്ട്, ഒന്നാമത്തെ അവയവം സുജൂദിന്റെ. ഇത് രണ്ടും ഭൂമിയിൽ പതിച്ചിരിക്കണം, നെറ്റിയും മൂക്കും ഒരേപോലെ. മൂക്ക് മാത്രം കുത്തി നെറ്റ് കുത്താത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നേരെ തിരിച്ച് നെറ്റി കുത്തി മൂക്ക് കുത്താത്ത അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. മൂക്കും നെറ്റിയും ഒരേപോലെ ഭൂമിയിൽ പതിച്ചിരിക്കണം. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്യദൈനി, 2 കൈകൾ. നമ്മുടെ 2 കൈ ഉണ്ടല്ലോ, ഈ 2 കൈയും നിലത്തിങ്ങനെ
ഭൂമിയിൽ പതിച്ചിരിക്കണം, ഭൂമിയിൽ വെച്ചിരിക്കണം. വേറെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പട്ടി കൈവെക്കുന്നത് പോലെ കൈവെക്കാൻ പാടില്ല. അതായത് ഈ തണ്ടം കൈ ഉണ്ടല്ലോ, ദിറാ, ഈ തണ്ടം കൈ ഭൂമിയിൽ പതിക്കുന്ന ഇങ്ങനെ സുജൂദ് കൈവെക്കാൻ പാടില്ല. അത് പട്ടികൾ ഇരിക്കുന്ന രൂപമാണ്, നിങ്ങൾ അങ്ങനെ വെക്കാൻ പാടില്ല. മറിച്ച് ഈ ഭാഗം ദിറാ, തണ്ടം കൈ എന്ന് പറയും, ഈ കൈ ഭൂമിയിൽ ഉയർന്ന രൂപത്തിൽ ഈ രണ്ട് കൈപ്പത്തികളും ഭൂമിയിൽ നിങ്ങൾ വെക്കുക, സുജൂദിന്റെ രൂപമാണ്. അതിന് മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറുക്ബതൈനി, രണ്ട് കാൽമുട്ടുകൾ, രണ്ട് കാൽമുട്ടും ഭൂമിയിൽ പതിഞ്ഞിരിക്കണം സുജൂദ് ചെയ്യുമ്പോൾ. രണ്ട് സുജൂദിന്റെ അവയവങ്ങളാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅത്റാഫുൽ ഖദമൈൻ, രണ്ട് കാലിന്റെയും അറ്റഭാഗങ്ങൾ, നമ്മുടെ കാലുണ്ടല്ലോ, കാലിന്റെ പാദം ഉണ്ടല്ലോ, അതിന്റെ അറ്റഭാഗം, ഈ ഭാഗം, ഇത് രണ്ടും സുജൂദ് നിലത്തിങ്ങനെ പതിച്ചു വെച്ചിരിക്കണം. ഇതാണ് സുജൂദിന്റെ അവയവം. ഒന്ന് നെറ്റി, ആ നെറ്റിയിൽപ്പെട്ടതാണ് മൂക്ക്, ഒന്നായി. രണ്ട് കൈകൾ, മൂന്നായി. പിന്നെ രണ്ട് കാൽമുട്ടുകൾ, അഞ്ചായി. പിന്നെ രണ്ട് കാലിൻ്റെയും അറ്റഭാഗങ്ങൾ, 7. ഇങ്ങനെ 7 അവയവങ്ങളാണ് സുജൂദ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 7 അവയവങ്ങൾ പരിപൂർണ രൂപത്തിൽ ഭൂമിയിൽ വെച്ചാൽ മാത്രമേ നമ്മുടെ സുജൂദ് ശരിയാവുകയുള്ളൂ. സുജൂദ് ശരിയായാലേ നമ്മുടെ നിസ്കാരം സഹിഹാവുകയുള്ളൂ. കാരണം സുജൂദ് റുക്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ലാ സ്വലാത്ത ലിമൻ ലാ യുസീബു അൻഫുഹു മിനൽ അർദ്, ഒരാൾ പരിപൂർണമായ രൂപത്തിൽ സുജൂദ് ചെയ്യാതെ, മൂക്ക് നിലത്ത് മുട്ടാതെ, ഭൂമിയിൽ പതിയാതെ ഒരാൾ സുജൂദ് ചെയ്താൽ അവൻ്റെ സുജൂദ് ശരിയല്ല. പണ്ഡിതന്മാർ ഇതിന് ഖിയാസ് ചെയ്തു. അതായത് സുജൂദിന്റെ ഏത് അവയവങ്ങളാണെങ്കിലും ഭൂമിയിൽ വെക്കേണ്ടതുപോലെ വെച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം സഹിഹല്ല, സുജൂദ് പൂർണ്ണമല്ല, അതിലൂടെ നിസ്കാരം സഹിഹാകുന്നതല്ല. അപ്പൊ നമ്മൾ ഗൗരവത്തോട് ശ്രദ്ധിക്കേണ്ടത്, സുജൂദ് ചെയ്യുമ്പോൾ അതിൻ്റെ പരിപൂർണ രൂപത്തിൽ 7 അവയവങ്ങളും ഭൂമിയിൽ പതിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. മുസിയു സലാത്ത് വളരെ വിശാലമായ ഹദീസാണ്, ഇമാം മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു സഹാബി റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ പള്ളിയിലേക്ക് കയറി വന്നു. നിസ്കാരത്തിൻ്റെ എല്ലാ അഹ്കാമുകൾക്കും ഈ ഹദീസ് തെളിവാണ്. റസൂലുള്ളാഹി പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു സഹാബി കയറി നിസ്കരിച്ചു. തിരിച്ചു പോകുമ്പോൾ റസൂൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, സല്ലി ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല, ഒന്നും കൂടി മടക്കി നിസ്കരിക്കുന്നു. അതിൻ്റെ നിസ്കാരം സഹിഹായിട്ടില്ല, മടക്കി നിസ്കരിക്കുക. അങ്ങനെ ആ സഹാബി രണ്ടാമത് ചെന്ന് നിസ്കരിച്ചു. രണ്ടാമതും വന്നു, റസൂൽ പറഞ്ഞു, സല്ലി ഫഇന്നക ലം തുസല്ലി, നിസ്കരിച്ചിട്ടില്ല, മടക്കി നിസ്കരിക്കുക. അദ്ദേഹം വീണ്ടും പോയി മടക്കി നിസ്കരിച്ചിട്ട് വന്നു. മൂന്നാമത് റസൂൽ അദ്ദേഹത്തെ വിളിച്ചടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ നിസ്കാരം ഒന്നും സഹിഹല്ല, കാരണം നീ നിസ്കരിക്കേണ്ടതുപോലെ അല്ല നിസ്കരിച്ചേ. എൻ്റെ റസൂൽ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. അതാണ് മുസീഉ സലാത്ത് എന്ന് പറയുന്ന ഹദീസ്, വളരെ പ്രസിദ്ധമായ ഹദീസാണ്. കിതാബു സലാത്തിലൊക്കെ ഈ ഹദീസുകൾ കാണാം. ഈ ഹദീസാണ് നിസ്കാരത്തിൻ്റെ എല്ലാ അഹ്കാമുകൾക്കും ദലീലായി പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ളത്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ്, നീ സുജൂദ് ചെയ്താൽ നിന്റെ നെറ്റിയും മൂക്കും കൈകാലുകളും ഭൂമി നീ പതിച്ചു വെക്കണം. എന്നിട്ടോ ഒരൽപ്പസമയം അനക്കമടങ്ങണം. തുമഇനീനത്ത് നിസ്കാരത്തിൻ്റെ റുക്കിനാണ്. തുമഇനീനത്തും നിനക്ക് സുജൂദിൽ വേണം. കോയി ഒത്തൊന്നും നിസ്കരിക്കാൻ പാടില്ല. തുമഇനീനത്ത് റുക്കിനാണ്. ഓരോ നിസ്കാരത്തിൻ്റെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൽ തുമഇനീനത്ത് റുക്കിനാണ്. സമാധാനം അനക്കമടങ്ങണം കുറച്ചു നേരം, എന്നിട്ട് വേണം നീ സുജൂദിന് ഉയരാൻ, എങ്കിലേ നിന്റെ നിസ്കാരം സഹിഹാവുകയുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ ഇത്ര ഗൗരവത്തോടുകൂടി സുജൂദിന്റെ കാര്യം പഠിപ്പിക്കാനുള്ള കാരണം, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തും ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലും അഷ്റഫുമായ ഇബാദത്ത്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുജൂദിന്റെ വിഭാഗങ്ങളാണ്. സുജൂദിനെ സാധാരണ പണ്ഡിതന്മാർ 2 വിഭാഗമായി തിരിച്ചു. എൻ്റെ ഒരു ജുംലത്തൻ മൊത്തത്തിൽ 2 വിഭാഗമായി പണ്ഡിതന്മാർ വേർതിരിച്ചു. ഒന്ന് സുജൂദുൽ ഫർദ്, ഫർളായ സുജൂദ്. 2 സുജൂദു സുന്ന, സുന്നത്തായ സുജൂദ്. ഒന്ന് ഫർളായ സുജൂദും 2 സുന്നത്തായ സുജൂദും. ഫർളായ സുജൂദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന സുജൂദ്, നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന സുജൂദ്. നിസ്കാരം ഫർളായതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ഓരോ കർമ്മങ്ങളും എന്താണ്? ഫർളാണ്. അതാണ് ഒന്നാമത്തെ സുജൂദ്. രണ്ടാമത്തെ സുജൂദ് സുന്നത്തായ സുജൂദ്, നിർബന്ധമില്ലാത്ത സുജൂദുകൾ. ഈ സുന്നത്തായ സുജൂദിനെ പണ്ഡിതന്മാർ വ്യത്യസ്ത വിഭാഗങ്ങളാക്കി. സുന്നത്തായ സുജൂദിനെ പണ്ഡിതന്മാർ വ്യത്യസ്തമായ വിഭാഗങ്ങളാക്കി. ഈ സുന്നത്തായ സുജൂദിന്റെ കൂട്ടത്തിൽ ഒന്നാമതായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് സുജൂദു സഹുവാണ്, സഹുവിന്റെ സുജൂദ്.
രണ്ടാമത്തത് സുജൂദു തിലാവ. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഖുർആന്റെ ചില ആയത്തുകളിൽ ഉണ്ടാകുന്ന സജദയുടെ ആയത്തുകൾ അത് ഓതുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന സുജൂദ്. മൂന്നാമത്തത് സുജൂദു ശുക്ർ. നമുക്ക് എന്തെങ്കിലും സന്തോഷപരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നന്ദി എന്നോണം റബ്ബിന് ചെയ്യുന്ന സുജൂദ്. ഇങ്ങനെ 3 സുജൂദുകളാണ് പണ്ഡിതന്മാർ വ്യത്യസ്ത വിഭാഗങ്ങളായി രേഖപ്പെടുത്തിയത്. നമുക്കതിൽ ആദ്യം സുജൂദ് സഹ്വുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ ചർച്ച ചെയ്യാം. കാരണം അത് സാധാരണ നമ്മുടെ എല്ലാ ആൾക്കാർക്കും, കാരണം അതിൽ വാജിബായതുണ്ട്, ഫർളായതുണ്ട്, സുന്നത്തായതുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ ആവശ്യമുള്ളതുമാണ്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കുന്നതും ആണ്. അതുകൊണ്ട് നമുക്ക് ആ സുജൂദ് സഹ്വിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. സുജൂദ് സഹ്വ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ താരീഫ് കൊടുത്തിട്ടുള്ളത്, ആ സുജൂദ് നിസ്കാരത്തിൽ സംഭവിച്ച, ഒരാളുടെ നിസ്കാരത്തിൽ സംഭവിക്കുന്ന കുറവുകളോ ന്യൂനതകളോ സംശയങ്ങളോ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി നിസ്കാരത്തിൻ്റെ അവസാനം ആ മനുഷ്യൻ ചെയ്യുന്ന സുജൂദാണ് സുജൂദു സഹ്വ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. നിസ്കാരത്തിൽ സംഭവിക്കുന്ന കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിസ്കാരത്തിൻ്റെ അവസാനം ചെയ്യുന്ന സുജൂദ്. ശരിക്കും ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഈ സുജൂദു സഹ്വ് 3 രൂപത്തിലാണ്. ഒന്ന്, ഈ സുജൂദ് സഹ്വ് ചെയ്യാനുള്ള കാരണങ്ങൾ, അസ്ബാബു സുജൂദി സഹ്വി, സുജൂദു സഹ്വ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അത് 3 എണ്ണാണ്. ഒന്ന്, അന്നഖ്സു ഫിസ്സലാഹ്, നിസ്കാരത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുക. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു റുക്കിന് മറന്നുപോയി, അല്ലെങ്കിൽ ഒരു വാജിബ് മറന്നുപോയി, അല്ലെങ്കിൽ ഒരു സുന്നത്തായ കാര്യം മറന്നുപോയി. നഖ്സ്, നിസ്കാരത്തിൽ കുറവ് സംഭവിക്കുക. 2, അസ്സിയാദതു ഫിസ്സലാ, നിസ്കാരത്തിൽ എന്തെങ്കിലും അധികമായി ചെയ്യുക. 2 സുജൂദ് ചെയ്യേണ്ട സ്ഥാനത്ത് 4 സുജൂദ് ചെയ്യുക മറന്നുപോയിട്ട്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഫാത്തിഹ ഓതേണ്ട സമയത്ത് 2 പ്രാവശ്യം ഫാത്തിഹ ഓതുക മറന്നുപോയിട്ട്. അതേപോലെ ഒരു റുക്കുവിൻ്റെ സ്ഥാനത്ത് 2 റുക്കു ചെയ്യുക മറന്നുപോയിട്ട്. ഇതാണ് സിയാദത്ത്, അധികമായി നിസ്കാരത്തിൽ സംഭവിക്കുക. അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കേണ്ട നിസ്കാരം 5 റക്അത്ത് നിസ്കരിക്കുക, എന്തെങ്കിലും അധികമായി ചെയ്യുക, സിയാദത്ത്. മൂന്നാമത്തത് അശ്ശക്കു ഫിസ്സലാഹ്, നിസ്കാരത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടാകുക. നമുക്ക് സാധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അശ്ശക്കു ഫിസ്സലാഹ്, നിസ്കാരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുക. ഇപ്പോൾ 3ാമത്തെ റക്അത്ത്, മഗ്രിബ് 3ാമത്തെ റക്അത്ത് എഴുന്നേറ്റപ്പോൾ ഇത് 2ാമത്തെ റക്അത്താണോ അതല്ല 3ാമത്തതാണോ എന്ന് സംശയം ഉണ്ടാകുക. അല്ലെങ്കിൽ 2ാമത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പം ഇത് 4ാമത്തെ അത്തഹിയ്യാത്താണോ അല്ല 2ാമത്തതാണോ എന്ന് സംശയിക്കുക. ഇങ്ങനെ എന്ത് സംശയങ്ങളാണെങ്കിലും, ഇങ്ങനെ 3 കാരണങ്ങളാണ് സുജൂദ് സഹ്വിന് കാരണമായിട്ടുള്ളത്. ഈ 3 കാര്യം ഉണ്ടായാൽ നമുക്ക് സുജൂദ് സഹ്വ്. അതിൽ ഒന്നാമത്തെ കാര്യം അന്നഖ്സ്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യും. നഖ്സ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ. ഒന്നുകിൽ തർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ നഖ്സ് എന്നും പറയാം. നിസ്കാരത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ ഇത് 3 രൂപത്തിലാണ്. ശ്രദ്ധിച്ചാലേ മനസ്സിലാവും, ശരിക്കും ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ ഉണ്ടാകുന്ന നഖ്സ്, തർക്ക്, അത് 3 വിഭാഗത്തിലാണ്, 3 രൂപത്തിലാണ്. ഒന്ന്, തർക്കുൽ വാജിബ്, നിസ്കാരത്തിൽ വാജിബായ ഒരു കാര്യത്തെ ഒഴിവാക്കുക. നിസ്കാരത്തിൽ വാജിബായ ഒരു കാര്യം പറഞ്ഞേ ആരെങ്കിലും. നിസ്കാരത്തിൽ വാജിബായ ഒരു കാര്യം ഷർത്തല്ലേ? ഒന്നാമത്തെ തശഹൂദ്. ചില പണ്ഡിതന്മാർ പറയാണ് 1ാമത്തെ തശഹൂദ് മാത്രമേ എന്തുള്ളൂ, വാജിബായിട്ടുള്ളൂ. അങ്ങനെ ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഏകദേശം നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഷുറൂത്തു സലാത്തി വ അർക്കാൻ എന്ന് പറയുന്ന കിതാബ് വളരെ ലളിതമായ കിതാബാണ്. നിസ്കാരത്തിൻ്റെ റുക്നുകൾ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, നിസ്കാരത്തിൻ്റെ വാജിബാത്തുകൾ, നിസ്കാരത്തിൻ്റെ സുനനുകൾ, ഇത് പഠിക്കാൻ വളരെ ലളിതമായ കിതാബാണ് ഷുറൂത്തു സലാത്തി വ അർക്കാനുഹ എന്ന് പറയുന്ന ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കിതാബ്. വളരെ ലളിതമാണ്, ആർക്കും പെട്ടെന്ന് പഠിച്ചാൽ മനസ്സിലാകുന്ന. അതിന് ഒരുപാട് ഷുറൂഹാത്തുകളുണ്ട്. അത് ഏറ്റവും ലളിതമായ ഷർഹ് മസ്ജിദ് നബവിയിലെ ഖതീബായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബ് ഷർഹ്, അതും വളരെ ലളിതമാണ്. ഏത് സാധാരണ ഒരല്പം അറബി അറിയുന്ന ആൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിസ്കാരത്തിൽ ഒന്നാമത്തത് അന്നഖ്സു അല്ലെങ്കിൽ അത്തർകു ഫിൽ വാജിബ്,
വാജിബായൊരു കാര്യം ഒരാൾ ഉപേക്ഷിക്കുക. രണ്ടാമത്തത് അത്തർക്കു ഫിർ റുക്ൻ, നിസ്കാരത്തിൽ റുക്നായ ഒരു കാര്യം ഒരാൾ ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ അത്തർക്കു ഫിസ് സുനൻ, നിസ്കാരത്തിൽ സുന്നത്തായ ഒരു കാര്യം ഒരാൾ ഉപേക്ഷിക്കുക. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നഖ്സിലുണ്ടാകുന്നത്. ഒന്നെങ്കിൽ ഒഴിവാക്കിയത് വാജിബായിരിക്കും, ഒന്നാമത്തെ തശഹുദ്. അതല്ലെങ്കിൽ നിസ്കാരത്തിൽ റുക്നായിരിക്കും, 2 സുജൂദിന്റെ സ്ഥാനത്ത് 1 സുജൂദ് ചെയ്തിട്ടുണ്ടാവും, മറന്നുപോയിട്ടുണ്ടാവും, റുക്ൻ ഒഴിവാക്കുക. അല്ലെങ്കിൽ സുന്നത്ത് ഒഴിവാക്കുക. സുന്നത്ത് ഏതാ? നിസ്കാരത്തിൽ സുന്നത്ത് പറഞ്ഞ് തിലാവത്ത് സൂറത്ത് പാരായണം ചെയ്യുക. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് സുന്നത്താണ്. ആ സുന്നത്ത് ഒരാൾ മറന്നു. ഇങ്ങനെ 3 നഖ്സുകൾ, തർക്കുകളാണ് സാധാരണ നിസ്കാരത്തിൽ ഉണ്ടാകുന്നത്. 3നും 3 ഹുക്കുമാണ്. 3നും 3 ഹുക്കുമാണ്. ഓരോന്നിനും ഓരോ ഖായിദയുണ്ട്. ആ ഖായിദ വഹ്ഫദൂഹ വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ ആ ഖായിദ മനപ്പാടാക്കുക, അതനുസരിച്ച് അമൽ ചെയ്യുക. വളരെ എളുപ്പമാണ്. അതിൻ്റെ കൂട്ടുകെടുക്കിലേക്കും അതിൻ്റെ അഭിപ്രായ വ്യത്യാസം ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഖായിദ പഠിക്കുക, ഖായിദൻ്റെ ദലീൽ പഠിക്കുക, വഅമലൂ ബിഹ, അതനുസരിച്ച് അമൽ ചെയ്താൽ മതി. സംശയത്തിനൊന്നും വകയില്ല. അതിലെ ഒന്നാമത്തെ തർക്കുൽ വാജിബ്. തർക്കുൽ വാജിബിന്റെ ഖായിദ മൻ തറക വാജിബൻ വഫാത മഹല്ലുഹു, മൻ തറക വാജിബൻ വഫാത മഹല്ലുഹു സുജൂദുഹു ഖബ്ല السلام. മൻ തറക വാജിബൻ വഫാത മഹല്ലുഹു സുജൂദുഹു ഖബ്ല السلام. ഇതാണ് ഒന്നാമത്തെ ഖായിദ. നിസ്കാരത്തിൽ ഒരാൾ ഒരു വാജിബായ കാര്യം ഉപേക്ഷിച്ചാൽ അതിൻ്റെ ഖായിദ എന്താ? അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. വിശദീകരിച്ചു തരാം. ഇതാണ് ഖായിദ. മൻ തറക വാജിബൻ വഫാത മഹല്ലുഹു സുജൂദുഹു ഖബ്ല السلام. നിസ്കാരത്തിൽ ഒരാൾ വാജിബ് ഉപേക്ഷിച്ചു, മറന്നുപോയിട്ട് ഉപേക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ സുജൂദ് ചെയ്യേണ്ടത് സലാമിന് മുമ്പാണ്. സലാം വീട്ടുന്നതിന് മുമ്പ് സുജൂദ് ചെയ്യുക, എന്നിട്ട് സലാം വീട്ടുക. ഇതാണ് ഖായിദ. ഇത് മനപ്പാടാക്കിയാൽ മതി. നിസ്കാരത്തിൽ ഒരാൾ ഒരു വാജിബ് ഉപേക്ഷിച്ചാൽ മൻ തറക വാജിബൻ വഫാത മഹല്ലുഹു സുജൂദുഹു ഖബ്ല السلام. അവനപ്പോൾ സുജൂദ് ചെയ്യേണ്ടത് സലാമിന് മുമ്പ്. പഠിച്ചല്ലോ, ഖായിദ പഠിച്ചില്ലേ? എന്ന് നോക്കിക്കോ. മൻ തറക വാജിബൻ, ഒരാൾ വാജിബ് ഉപേക്ഷിച്ചു. അംദൻ, മനഃപൂർവ്വം ഒരു വാജിബ് ഒരാൾ ഉപേക്ഷിച്ചാൽ അവൻ നിസ്കാരത്തിന്റെ ഹുക്കം എന്താ? ബാത്തിൽ, നിസ്കാരം ബാത്തിലാവും. മനഃപൂർവ്വം ഒരാൾ നിസ്കാരത്തിന്റെ ഒരു വാജിബ് ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. ഒരാൾ ട്രെയിനിന് ഇപ്പോൾ സമയമായി, അപ്പോൾ ഇയാൾ നിസ്കരിക്കണം, അസ്ർ നിസ്കരിക്കണം, 4 മണിക്കാണ് ട്രെയിന്, 3:55 ബാങ്ക്. ഇദ്ദേഹത്തിന് പെട്ടെന്ന് നിസ്കരിക്കും വേണം, ട്രെയിൻ കയറും വേണം. നിസ്കരിക്കുന്ന സമയത്ത് മനഃപൂർവ്വം എന്ത് ചെയ്തു? അദ്ദേഹം അസ്ർ 4 റക്അത്ത് നിസ്കരിക്കണ്ടേ, ഇദ്ദേഹം എന്ത് ചെയ്തു? 2ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിന് ഇരിക്കാതെ പെട്ടെന്ന് എഴുന്നേറ്റ് 3ാമത്തെ റക്അത്തിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്ത് ചെയ്തു? ആ 1ാമത്തെ തശഹുദ് അദ്ദേഹം ഒഴിവാക്കി. ബതല സ്വലാത്തു ഇത്തിഫാഖൻ. നിസ്കാരം എന്താണ്? ബാത്തിലാണ്. മനഃപൂർവ്വം ഒരു വാജിബായ കാര്യം ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. ഇനി അഥവാ ഒരാൾ ളുഹ്ർ നിസ്കരിക്കാൻ 2ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്ത് ഇരിക്കാൻ അദ്ദേഹം മറന്നുപോയി, എന്തോ അശ്രദ്ധയിലായിരുന്നു, സുജൂദ് കഴിഞ്ഞു, നേരെ 3ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റു. അവിടെ അവൻ വാജിബ് ഉപേക്ഷിച്ചു. പക്ഷെ മനഃപൂർവ്വമാണോ? അല്ല, മറന്നുകൊണ്ട്. അവിടെയാണ് സുജൂദ് സഹ്വിന്റെ പ്രാധാന്യം. ഒരാൾ മറന്നുകൊണ്ട് വാജിബ് ഉപേക്ഷിച്ചു, എന്നിട്ടോ 2ാമത്തെ റക്അത്തിൽ ഇരിക്കുന്നതിന് പകരം എഴുന്നേറ്റ് പരിപൂർണമായി നിൽക്കുന്നതിന് മുമ്പ്, അതാണ് ഫാത്ത മഹല്ലുഹു എന്ന് പറയാൻ കാരണം. നേരെ നിൽക്കുന്നതിന് മുമ്പ്, അതായത് 3ാമത്തെ റക്അത്തിൽ നേരെ നിൽക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഓർമ്മ വന്നു 2ാമത്തെ റക്അത്താണ്, അത്തഹിയ്യാത്ത് ഓതിയിട്ടില്ല. എന്ത് ചെയ്യണം? അതേ നിത്യത്തിൽ തന്നെ എന്ത് ചെയ്യണം? ഇരുത്തത്തിലേക്ക് മടങ്ങണം, ഇരിക്കണം, അത്തഹിയ്യാത്ത് ഓതിയിട്ട് എഴുന്നേറ്റ് വരണം. ഇനി അതല്ല, അദ്ദേഹം എഴുന്നേറ്റ് പരിപൂർണമായി നിന്നു, എന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? മടങ്ങാൻ പാടില്ല. കാരണം എന്താ? ശേഷമുള്ളത് റുക്കിനാണ്. റുക്കിനിൽ നിന്നും വാജിബിലേക്ക് മടക്കം അസാധ്യമാണ്, പാടില്ലാത്തതാണ്. കാരണം റുക്കിന് ശക്തിയുള്ളതാണ്, വാജിബ് സ്ട്രോങ് കുറഞ്ഞതാണ്. അപ്പോൾ റുക്കിനിൽ നിന്നും വാജിബിലേക്ക് മടങ്ങാൻ പാടില്ല. തിരിയുന്നുണ്ടാ? അതാണ്. അപ്പോൾ ഇയാൾ നിസ്കാരത്തിന് 2ാമത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കാതെ എഴുന്നേറ്റ് വന്നു, പരിപൂർണ്ണം നിന്നിട്ടില്ല. നിൽക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഇരുത്തത്തിലേക്ക് മടങ്ങണം, തശഹുദ് പൂർത്തിയാക്കണം. ലാ സുജൂദ അലൈഹി, എനിക്കൊന്നും നിയമമല്ല, സുജൂദ് ചെയ്യേണ്ട ഒന്നുമില്ല, നിസ്കാരം സഹിഹാണ്. എന്നെ എഴുന്നേറ്റ് നിന്നു, പരിപൂർണമായി നിന്നു, റുക്കിലെത്തി. ഖിയാമു റുക്കിനാണ് നിസ്കാരത്തിന്റെ. റുക്കിനിലെത്തിയാൽ പിന്നെന്ത് ചെയ്യാൻ പാടില്ല? വാജിബിലേക്ക് മടങ്ങാൻ പാടില്ല.
വയുശ്റഉ ലഹു സുജൂദു സഹ്വി, ഓനിക്ക് എന്താണ് സുജൂദു സഹ്വ് ബാധകമാണ്. ആ സുജൂദ് എപ്പോൾ സുജൂദ് ചെയ്യേണ്ടതപ്പാ? ഖബല സലാം, സലാം വീട്ടുന്നതിന് മുമ്പ്. മനസ്സിലായ? അതിൻ്റെ തെളിവെന്താ? വഫി സഹീഹൈനി മിൻ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മാലിക് ഇബ്നു ബുഹൈന റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി മുസ്ലിമും അതേപോലെ മറ്റ് 7 ഗ്രന്ഥങ്ങളും, ബുഖാരി മുസ്ലിം മാത്രമല്ല മറ്റ് 7 ഗ്രന്ഥങ്ങളും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്നു മാലിക്കിൻ ഇബ്നു ബുഹൈന എന്ന് പറയുന്ന ഒരു സഹാബിയാണ്. ആ സഹാബിൻ്റെ പ്രത്യേകത അബ്ദുള്ള എന്നാണ് ആ സഹാബിൻ്റെ പേര്. ആ സഹാബിന് ഒരേ സമയം ഉപ്പയിലേക്കും ചേർത്ത് പറയും, ഉമ്മയിലേക്കും ചേർത്ത് പറയും. അതാണ് ഇബ്നു മാലിക്കിൻ. മാലിക് അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ്, അബ്ദുള്ളയുടെ ഉപ്പയാണ് മാലിക്. അതേപോലെ ഇബ്നു ബുഹൈന, ബുഹൈന അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ്. ഉമ്മാലേക്കും ഉപ്പാലേക്കും ഒരേ സമയം ചേർക്കുന്ന സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മാലിക്കിൻ ഇബ്നു ബുഹൈന എന്ന് പറയപ്പെടുന്ന സഹാബി. സീറിൽ അദ്ദേഹത്തെ കാണാൻ 2ലേക്കും ചേർത്തപ്പെട്ടിട്ടുണ്ട്. ഉപ്പയിലേക്കും ചേർത്തിന്, ഉമ്മയിലേക്കും ചേർത്തിട്ടുണ്ട്. അതല്ലാതെ മാലിക്കിൻ്റെ ഉമ്മയല്ല ബുഹൈന, മറിച്ച് ഈ അബ്ദുള്ളാരുടെ ഉമ്മയാണ് ബുഹൈന. 2ലേക്കും ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആ സഹാബി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ബിനാ അദ്ദുഹ്റ അവിൽ അസ്റ. ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ കൊണ്ട് നിസ്കരിച്ചു. ളുഹ്റോ അല്ലെങ്കിൽ അസ്റോ, ശക്കുറാവിയാണ്. രണ്ടാമൊരു നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെയും കൊണ്ട് നിസ്കരിച്ചു. ഫഖാമ ഫി റകഅതൈനി ഫസബ്ബഹു ബിഹി. റസൂൽ രണ്ടാമത്തെ റകഅത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കാതെ നേരെ എഴുന്നേറ്റ് നിന്നു. നിൽക്കുന്ന സമയത്ത് വേഗത്തിൽ സഹാബാക്കൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ഇമാമിന് അബദ്ധം സംഭവിച്ചാൽ ആ അബദ്ധം ഉണർത്തുന്നതിന് വേണ്ടി മഅ്മൂമിന് മശ്റൂ ആക്കപ്പെട്ടതാണ് തസ്ബീഹ് പറയുക എന്നുള്ളത്. ആണുങ്ങൾക്ക്, പെണ്ണുങ്ങളാണെങ്കിൽ കൈകൊട്ടുക, ഇതാണ് മശ്റൂ. അപ്പോൾ വേഗത്തിൽ സഹാബാക്കൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞു. റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. റസൂൽ നേരെ നിന്നു. ഖിയാമിലെത്തിയാൽ പിന്നെ മടങ്ങാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ റസൂൽ എന്ത് ചെയ്തു? ഫമളാ ബിസലാത്തിഹി, നിസ്കാരം പൂർത്തിയാക്കി അവസാനം അത്തഹിയാത്തിലിരുന്നു. അത്തഹിയാത്ത് പൂർണ്ണമായി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ 2 സുജൂദ് ചെയ്തു, എന്നിട്ട് സലാം വീട്ടി. മനസ്സിലായ? അപ്പം ഇതാണ് നമ്മുടെ ഈ ഖായിദക്ക് തെളിവ്. ഒരാളൊരു വാജിബ് ഉപേക്ഷിച്ചാൽ അദ്ദേഹം സുജൂദ് ചെയ്യേണ്ടതപ്പാ ഖബല സലാം, സലാമിന് മുമ്പാണ്. മനസ്സിലായ? വളരെ എളുപ്പം. സാധാരണ എല്ലാവരും നിസ്കാരത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് തശഹുദ് മറന്നു പോകുക എന്നുള്ളത്. 2ാമത്തെ റക്അത്തിൽ തശഹുദ് മറന്നു പോകുക എന്നുള്ളത്. ഈ ഖായിദ പഠിച്ചാൽ മതി. മൻ തറക വാജിബൻ വഫാത മഹല്ലുഹു വസുജൂദുഹു ഖബല സലാം. ഒരാൾ ഒരു വാജിബ് മറന്നുപോയി, മനഃപൂർവ്വമാണെങ്കിലോ നിസ്കാരം ബാത്തിലാണ്. മറന്നു പോവുകയും എന്നിട്ട് അദ്ദേഹത്തിനത് അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ അത് സുജൂദ് ആ വാജിബ് കൊണ്ടുവരാം. എന്നാൽ സ്ഥാനം നഷ്ടപ്പെട്ടാൽ സലാമിന് മുമ്പ് 2 സുജൂദ് ചെയ്യുക. ഇതാണ് വാജിബ് ഉപേക്ഷിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്. 2ാമത്തത് തർക്കുർ റുക്ൻ, ഒരു റുക്കിന് നഷ്ടപ്പെടുക. റുക്കിന് നഷ്ടപ്പെടുന്ന 2 രൂപത്തിലാണ്. റുക്കിനിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റുക്കിന് വളരെ ഗൗരവപ്പെട്ടതാണ്, വളരെ ഡേഞ്ചറാണ് റുക്കിൻ്റെ കാര്യം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, റുക്കിന് ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാലും നിസ്കാരം ബാത്തിലാണ്. വാജിബ് അങ്ങനെയല്ല. വാജിബ് മറന്നുപോയി ഉപേക്ഷിച്ചാൽ നിസ്കാരം സഹിഹാണ്, സുജൂദ് ചെയ്താൽ അത് പരിഹരിക്കപ്പെടും. മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടൂല, നിസ്കാരം ബാത്തിലാണ്. എന്നാൽ റുക്കിന് മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാലും നിസ്കാരം ബാത്തിലാണ്, അതിന് സുജൂദ് നിയമമാക്കപ്പെടും. അപ്പോൾ ഒരാൾ റുക്കിന് ഉപേക്ഷിച്ചു, അതിൻ്റെ ഖായിദ പഠിച്ചോ? അർക്കാൻ ഉപേക്ഷൻ്റെ ഖായിദ എഴുതിക്കോ. മൻ തറക റുക്നൻ ജാഅ ബിഹി വബിമാ ബഅദഹു വസുജൂദുഹു ബഅദ സലാം. മനസ്സിലായ? അതായത് ഒരാൾ ഒരു റുക്കിന് ഉപേക്ഷിച്ചു മറന്നുകൊണ്ട്. 2 സുജൂദ് നിസ്കാരത്തിൽ 2 സുജൂദല്ലേ? ഇയാൾ ഒരു സുജൂദ് ചെയ്തിട്ട് 2ാമത്തെ സുജൂദ് ചെയ്യുന്നതിന് പകരം ഇരുന്നിട്ട് നേരെ എഴുന്നേറ്റു ഖിയാമിലേക്ക്. 2 സുജൂദ് ചെയ്തിട്ടില്ല. അയാളുടെ ഹുക്ം എന്താ? ആ റക്അത്ത് ബാത്തിലായി. 1ാമത്തെ റക്അത്ത് കഴിഞ്ഞു, 2ാമത്തെ റക്അത്തിൽ സുജൂദിലേക്ക് പോയി, ഒരു സുജൂദ് കഴിഞ്ഞു, ഇരുന്നു. 2ാമത്തെ സുജൂദ് ചെയ്യുന്നതിന് പകരം അവിടെ അത്തഹിയാത്ത് ഓതിയിട്ട് ആൾ നേരെ എഴുന്നേറ്റു. അപ്പോൾ ഒരു സുജൂദ് നഷ്ടപ്പെട്ടില്ലേ? ഖായിദ എന്താ? മൻ തറക റുക്നൻ, ഒരാൾ റുക്കിന് ഉപേക്ഷിച്ചു, എന്താ ചെയ്യേണ്ടേ? ജാഅ ബിഹി, ആ റുക്കിന് അദ്ദേഹം കൊണ്ടുവരണം. വാജിബ് കൊണ്ടുവരാൻ നിർബന്ധമുണ്ടോ? ഇല്ല, വാജിബ് കൊണ്ടുവരാൻ നിർബന്ധമില്ല.
പക്ഷെ റുക്കിന് കൊണ്ടുവന്നേ മതിയാവും. റുക്കിനിന്റെ പ്രത്യേകത ലാ യസ്ഖുതു അംദൻ വലാ സഹ്വ. നിസ്കാരത്തിൽ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാലും പോവില്ല, മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും റുക്കിന് പോവില്ല. അത് കൊണ്ടുവരൽ നിർബന്ധമാണ്. കാരണം റുക്കിന് നിസ്കാരത്തിന്റെ അടിസ്ഥാനമാണ്. അതില്ലാതെ നിസ്കാരമില്ല. അപ്പൊ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? വജാ അബിഹി, എന്ത് ചെയ്യണം? ആ റുക്കിനെ കൊണ്ടുവരണം. അത് മാത്രം പോരാ, വ ബിമാ ബഅദഹു, ആ റുക്കിന് ശേഷമുള്ളതും കൊണ്ടുവരണം. ആ റുക്കിന് ബാത്തിലായതോടുകൂടി അത് ശേഷമുള്ളതൊന്നും പരിഹരിക്കപ്പെടില്ല. ഒരാൾ ഉദാഹരണം പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിച്ചോ. രണ്ടാമത്തെ റക്അത്തിൽ ഒരു സുജൂദ് ചെയ്തു. രണ്ടാമത്തെ സുജൂദ് ചെയ്യാൻ അദ്ദേഹം മറന്നുപോയി, അല്ല മനഃപൂർവ്വം അദ്ദേഹം ഒഴിവാക്കിയെന്ന് വെച്ചോ, നിസ്കാരത്തിന് ഹുക്ം എന്താ? ബാത്തിലാണ്. സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടോ? ഇല്ല. മറന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? രണ്ടാമത്തെ സുജൂദ് ഒഴിവാക്കി, മറന്നുപോയി. നേരെ ഖിയാമിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം റുക്കൂ ചെയ്തു, പിന്നെ ഇത്തിദാൽ ചെയ്തു, പിന്നെ സുജൂദ് ചെയ്തു. ഒരു റക്അത്ത് പൂർത്തിയായില്ലേ? രണ്ടാമത്തെ റക്അത്ത് പൂർത്തിയായില്ലേ? മൂന്നാമത്തെ റക്അത്ത് പൂർത്തിയായി. പിന്നെ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് രണ്ടാമത്തെ റക്അത്തിൽ ഞാൻ ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം എന്ത് ചെയ്യണം? അവസാനം നിസ്കരിച്ച ഒരു റക്അത്ത് മുൽഗ, അത് ക്യാൻസൽ ചെയ്യപ്പെടും, അത് പരിഗണിക്കൂല. അതില്ലാത്തത് പോലെ വുജൂദുഹു കഅദ്മി, അതില്ലാത്തത് പോലെയാണ്. കാരണം എന്താ? ഒരു റുക്കിനിടക്ക് വിട്ടുപോയി. ആ റുക്കിന് ചെയ്യുന്നത് വരെ ഓൻ നിസ്കാരം എന്താ ശേഷമൊന്നും പരിഗണിക്കപ്പെടുക. അതാണ് ജാ അബിഹി, ആ റുക്കിന് കൊണ്ടുവരണം. വ ബിമാ ബഅദഹു, ആ റുക്കിന് ശേഷം ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യണം. ഇപ്പൊ റക്അത്ത് ചെയ്യാത്തവനെ പോലെയാണ്. മനസ്സിലാകുന്നുണ്ടോ? തിരിഞ്ഞാ? അപ്പൊ ആ റുക്കിനും തിരിച്ചു കൊണ്ടുവരണം, അതിന് ശേഷമുള്ളതും കൊണ്ടുവരണം. അതാണ് റുക്കിനിന്റെ ഖായിദ. അപ്പൊ സുജൂദ് എപ്പോൾ ചെയ്യണ്ടേ? ഫസുജൂദുഹു ബഅദ സലാം, സലാം വീട്ടിയതിന് ശേഷമാണ് സുജൂദ് ചെയ്യേണ്ടത്. അതിന്റെ തെളിവ് നോക്കിക്കോ. അതിന് തെളിവ് എന്താ? ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസാണ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഒന്നുകിൽ ളുഹൂർ അല്ലെങ്കിൽ അസ്ർ, ഷക്കുർ റാവിയാണ്, ഏതോ നിസ്കാരം റസൂൽ തങ്ങൾ നിസ്കരിച്ചു. വൻസറഫ, 2 റക്അത്ത് നിസ്കരിച്ച് റസൂൽ സലാം വീട്ടി. ളുഹൂർ 4 അല്ലേ? റസൂൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടി. ദുൽ യദൈൻ എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ട്. ആ സഹാബിന്റെ കൈ കുറച്ച് നീളം കൂടുതലാണ്, അതുകൊണ്ട് ദുൽ യദൈൻ എന്നാണ് ആ സഹാബി അറിയപ്പെടുന്നത്. ആ സഹാബി വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അഖുസിറത്തിസ് സലാത്തു അം നസീത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിസ്കാരം ഖസറാക്കപ്പെട്ടതാണോ അതല്ല നിങ്ങൾ മറന്നുപോയതാണോ? കാരണം റസൂൽ ചെയ്തത് മഷ്റൂ അല്ലേ, നിയമമാക്കപ്പെടുന്നതല്ലേ. അപ്പൊ സഹാബക ആകാംക്ഷ, ളുഹൂർ 4 മാറ്റി 2 ആക്കിയ. അങ്ങനെ അവർ അത്ഭുതത്തോടെ തുല്യതയും വന്നിട്ട് റസൂലിനെ ചോദിക്കുകയാണ്. ആ കൂട്ടത്തിൽ അബൂബക്കർ ഉണ്ട്, ഉമറുണ്ട്, എല്ലാ സഹാബാക്കളുണ്ട്. പക്ഷെ ആരും ചോദിച്ചില്ല. റസൂൽ അദബ് കാരണം അവരവൻ്റെ മാറിയുന്നു. തുല്യതയും പോയിട്ട് റസൂലിനെ ചോദിച്ചു, നിങ്ങൾ നിസ്കാരം ഖസറാക്കപ്പെട്ടതാണോ അതല്ല നിങ്ങൾ മറന്നുപോയതാണോ? അപ്പോൾ റസൂൽ പറഞ്ഞു, അസദഖ ദുല്യതയും ചോദിച്ചു സഹാബാക്കളോട്. ദുല്യതയും പറഞ്ഞു, സത്യമാണോ? ഞാൻ 2 നിസ്കരിച്ചിട്ടുള്ളൂ ചോദിച്ചു. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അതെ, നിങ്ങൾ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. ഇവിടെ എത്ര റുക്കിന് റസൂൽ ഒഴിവാക്കി? 2 റക്അത്ത് പരിപൂർണമായിട്ട് പോയി. എത്ര റുക്കിനുണ്ടതിൽ? ഖിയാമുണ്ട്, റുക്കൂഉണ്ട്, 2 സുജൂദുണ്ട്, എല്ലാം പോയില്ലേ? എല്ലാ റുക്കിനും പോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ വന്നു, 2 റക്അത്ത് നിസ്കരിച്ചു, എന്നിട്ട് സലാം വീട്ടി, എന്നിട്ട് സുജൂദ് ചെയ്തു, എന്നിട്ട് സലാം വീട്ടി. മനസ്സിലായ? 2 റക്അത്ത് ബാക്കി റുക്കിന് കൊണ്ടുവരണ്ടേ? ആ 2 റക്അത്ത് റസൂൽ കൊണ്ടുവന്നു, നിസ്കരിച്ചു, എന്നിട്ട് ആദ്യം സലാം വീട്ടി, എന്നിട്ട് സുജൂദ് ചെയ്തു. തിരിയുന്നുണ്ടാ? ഇതാണ് ഖായിദ. ഇതാണ് നമുക്ക് ദലീൽ. എന്താ? മൻ തറക റുക്നൻ ജാഅ ബിഹി വബിമാ ബഅദഹു വസുജൂദുഹു ബഅദ സലാം. അവിടെ സുജൂദ് അപ്പാണ് സലാമിന് ശേഷം. മനസ്സിലായ? ഇതാണ് ഹദീസ്. ഈ ഹദീസ് ലാസ്റ്റ് ഭാഗത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അന ബശറും മിത്ലുക്കും, നിങ്ങളെപ്പോലെ മനുഷ്യനാണ്. അൻസാ കമാ തൻസൂൻ, നിങ്ങൾ മറക്കുന്നത് പോലെ ഞാനും മറക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ ഓർമ്മപ്പെടുത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഇവിടെ 2 റക്അത്ത് പരിപൂർണമായി റസൂൽ ഒഴിവാക്കി. 2 റക്അത്ത് പരിപൂർണമായി ഒഴിവാക്കി. എത്ര റുക്കിനുകൾ പോയി. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തേ? ആ റുക്കിനുകളൊക്കെ കൊണ്ടുവരികയും എന്നിട്ട് സലാം വീട്ടി, എന്നിട്ട് 2 സുജൂദ് ചെയ്തു. ഇതാണ് അതിൻ്റെ തെളിവ്. റുക്കിന് ഒരാൾ ഒഴിവാക്കിയാൽ സുജൂദ് എപ്പോൾ ചെയ്യേണ്ടത്? ബഅദ സലാം, സലാമിന് ശേഷം. ഇതിനൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. 2 കാര്യങ്ങൾ. ഒന്നാമത്തതിൽ വാജിബ് നഷ്ടപ്പെട്ടു, രണ്ടാമത്തതിൽ റുക്കിന് നഷ്ടപ്പെട്ടു. ഒന്നിൽ സലാമിന് മുമ്പ് സുജൂദ് ചെയ്തു, ഒന്നിൽ സലാമിന് ശേഷം സുജൂദ് ചെയ്തു. അതിൻ്റെ ഹിക്മത്ത് എന്താ? പറയാൻ പറ്റുമായിരിക്കുമെങ്കിലും അതിൻ്റെ ഹിക്മത്ത് എന്താ? ശ്രദ്ധിച്ചോട്ടാ. ഒന്നാമത്തതിൽ വാജിബല്ലേ, നമ്മൾ അത്തഹിയാത്ത് ഒഴിവാക്കി, രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്ത് ഒഴിവാക്കി, മറന്നുപോയി. എന്നിട്ട് നമ്മളെന്ത് പറഞ്ഞു? സലാമിന് മുമ്പ് സുജൂദ് ചെയ്യണം, അല്ലേ? ആ തശഹുദ് 2 കൊണ്ടുവരാൻ പറഞ്ഞ
ഇല്ല, തശഹൂദ് ചെയ്യേണ്ട, അത് വീണുപോയി. അതിന് പകരം എന്ത് ചെയ്യുക? സുജൂദ് ചെയ്യുക. അപ്പം ആ നിസ്കാരം ശരിക്കും ഒരു അത്തഹിയാത്ത് കുറവുള്ള നിസ്കാരമാണ്. അപ്പോൾ അതിനെ പരിഹരിക്കണം. എന്ത് ചെയ്യണം? ആ നിസ്കാരം തീർന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പരിഹരിക്കണം. എന്നാലേ അതിൻ്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റും. അപ്പോൾ സലാം വീട്ടി നിസ്കാരം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സുജൂദ് ചെയ്തിട്ട് ആ തശഹുദിന് തുല്യമാക്കി. അതാണ് അതിൻ്റെ ഹിക്മത്ത്. മറ്റേതോ നമ്മൾ റുക്കിന് ഒഴിവാക്കി എന്താ ചെയ്യേണ്ടത്? റുക്കിന് വീണുപോയാൽ സുജൂദ് മാത്രം മതിയോ? ഇല്ല, ആ റുക്കിന് കൊണ്ടുവരണം. അപ്പോൾ ആ റുക്കിന് കൊണ്ടുവന്നു, റക്അത്ത് പൂർത്തിയായി. അപ്പോൾ പിന്നെ സലാമിന് മുമ്പ് സുജൂദ് ചെയ്താൽ എന്ത് ചെയ്യും? നിസ്കാരത്തിൽ സിയാദത്ത് വന്നതുപോലെയാണ്. അതുകൊണ്ട് സലാം വീട്ടി നിസ്കാരം അവസാനിപ്പിച്ചു, എന്നിട്ട് സുജൂദ് ചെയ്തു. ഇതാണ് എൻ്റെ ഹിക്മത്ത്. മനസ്സിലാകുന്നുണ്ടോ? സാധാരണ പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്യാറുണ്ട്. ഇതാണ് രണ്ട് കാര്യങ്ങൾ. അപ്പോൾ വാജിബ് പൂർത്തിയായി. ഇനി മൂന്നാമത്തത് സുന്നത്താണ്. ഒരാൾ നിസ്കാരത്തിൽ സുന്നത്ത് ഒഴിവാക്കി. സുന്നത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലാ തുബ്തിലു സലാത്ത അംദുഹാ വലാ സഹൂഹാ. ഒരാൾ മറന്നുകൊണ്ട് സുന്നത്ത് ഒഴിവാക്കിയാലും മനഃപൂർവ്വ സുന്നത്ത് ഒഴിവാക്കിയാലും നിസ്കാരത്തിനൊരു കോട്ടവും സംഭവിക്കുകയില്ല. നിസ്കാരം ബാത്തിലാവൂല. നിസ്കാരം ബാത്തിലാകൂല. ഒരാൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ട്രെയിനിന് പോകണം, സമയമായി, അയാൾ പെട്ടെന്ന് നിസ്കരിക്കുകയാണ്. അയാൾ വജ്ജഹത്ത് ഒഴിവാക്കി, അതുപോലെ തന്നെ സൂറത്ത് ഒന്ന് ഒഴിവാക്കി, മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. നിസ്കാരത്തിൽ നിന്ന് കോട്ടം സംഭവിക്കുമോ? ഇല്ല, നിസ്കാരം സഹിഹാണ്, അദ്ദേഹം ബരിയാകും. ഇനി മറന്നുപോയിട്ട് ഒഴിവാക്കിയാലോ? അതും നിസ്കാരത്തിന് എന്തില്ല? പ്രശ്നമില്ല, നിസ്കാരം സഹിഹാകും. എന്നാൽ ചില പണ്ഡിതന്മാർ ചിലർ ഖായിദ സൂചിപ്പിച്ചു. ഇവിടെ ചില പണ്ഡിതന്മാർ പറയാണ്, എന്നാൽ സാധാരണ നിലക്ക് ഒരാൾ നിത്യമായി ചെയ്യുന്ന സുന്നത്ത് ഏതാ? ഒരാൾ നിസ്കാരത്തിൽ സൂറത്ത് പറഞ്ഞത് അല്ലേ? എല്ലാവരും ചെയ്യല്ലേ? അത് നിത്യമായി ചെയ്യുന്ന സുന്നത്താണ്. നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതും. ആ നിത്യമായി ചെയ്യുന്ന സൂറത്ത് ഒരാൾ ഒഴിവാക്കി, മറന്നുകൊണ്ട് ഒഴിവാക്കി. അങ്ങനെയാണ് അദ്ദേഹത്തിന് സഹുവിൻ്റെ സുജൂദ് ചെയ്യാം. കാരണം എന്താ? നിത്യമായി ചെയ്യുന്നതിലൂടെ അത് നിസ്കാരത്തിൻ്റെ അസ്ല് പോലെയായി. അതുകൊണ്ട് എന്ത് ചെയ്യാം? സഹുവിൻ്റെ സുജൂദ് ചെയ്യാം. ഇനി നിത്യമായി ചെയ്യാത്ത സുന്നത്താണെങ്കിലോ സഹുവിൻ്റെ സുജൂദ് ചെയ്യണമെന്നില്ല. അതിന് ഉദാഹരണം ഏതാ? ജൽസത്തുൽ ഇസ്തിറാഹ ചെയ്യാറുണ്ട് ആരെങ്കിലും? ജൽസത്തുൽ ഇസ്തിറാഹ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് അറിയോ? നിസ്കാരത്തിൽ ഒരു റക്അത്ത് പൂർത്തിയായി, രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സുജൂദിന് എഴുന്നേറ്റ് നേരെ അങ്ങ് പോക്കല്ല. സുജൂദിന് പോകുമ്പോൾ എഴുന്നേറ്റ് അവിടെ നിന്ന് ഇരുന്ന് എഴുന്നേക്കും. അതാണ് ജൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുന്നത്. സുന്നത്താണ്, സാധാരണ ആരും ചെയ്യാറില്ല, വളരെ അപൂർവം. അതിനെ സംബന്ധിച്ച് അറിവുള്ള ആൾക്കാർ മാത്രമേ അത് ചെയ്യാറുള്ളൂ. സാധാരണ ആമത്തുന്നാസ് സാധാരണ ചെയ്യാറില്ല. അതാണ് മുഅ്താദല്ലാത്ത, പതിവായി ചെയ്യാത്ത സുന്നത്ത്. ഒരാൾ ആ സുന്നത്ത് ഒഴിവാക്കി മറന്നുകൊണ്ട് സുജൂദിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അതിന് ഖായിദ എഴുതിക്കോ. സുന്നത്ത് ഒഴിവാക്കിയുള്ള ഖായിദ, യുശ്റഉ സുജൂദുസ് സഹ്വി, യുശ്റഉ സുജൂദുസ് സഹ്വി, യുശ്റഉ സുജൂദുസ് സഹ്വി ലിസുന്നത്തിൻ ഫാതത്, യുശ്റഉ സുജൂദുസ് സഹ്വി ലിസുന്നത്തിൻ ഫാതത്. സഹ്വൻ മനഃപൂർവ്വം ഒഴിവാക്കിയാലോ സുജൂദിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സുജൂദ് സഹു എന്തിനുള്ളതാ? സുജൂദു സഹു. സഹു എന്ന് പറഞ്ഞാൽ എന്താ? മറവിക്കുള്ള സുജൂദ്. ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയ പിന്നെ സുജൂദിന് പ്രസക്തി ഉണ്ടാ? ഇല്ല. അപ്പം മനഃപൂർവ്വം സുന്നത്ത് ഒഴിവാക്കിയ പിന്നെ സുജൂദില്ല, പിന്നെ മറന്നുകൊണ്ട് ഒഴിവാക്കിയാണ് പറയുന്നത്. അപ്പം യുശ്റഉ സുജൂദു സഹ്വി ലിസുന്നത്തിൻ ഫാതത്, ലിസുന്നത്തിൻ ഫാതത് സഹ്വൻ. ശരിയാ? യുശ്റഉ സുജൂദു സഹ്വി ലിസുന്നത്തിൻ ഫാതത് സഹ്വൻ. മറന്നുകൊണ്ട് സുന്നത്ത് ഒഴിവാക്കപ്പെട്ടാൽ അവനിക്ക് സുജൂദ് സഹ്വ് മശ്റൂആണ്. മിനൽ മുഅ്താദി അലാ ഫിഅലിഹാ, മിനൽ മുഅ്താദി അലാ ഫിഅലിഹാ, മിനൽ മുഅ്താദി അലാ ഫിഅലിഹാ. എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സാധാരണ പതിവായി ചെയ്യുന്ന സുന്നത്ത്. നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ സൂറത്ത് ഓതുക നിസ്കാരത്തിൽ, സാധാരണ പതിവായി ഓതുന്ന സുന്നത്ത്, ചെയ്യുന്ന സുന്നത്ത് ഒരാൾ മറന്നുകൊണ്ട് ഒഴിവാക്കിയാൽ അവനിക്ക് എന്ത് ചെയ്യാം? സുജൂദു സഹ്വ് മുസ്തഹബാണ്, അവനിക്ക് എന്ത് ചെയ്യാം? മശ്റൂആണ്. ചെയ്യുന്നുണ്ടോ? അപ്പോൾ യുശ്റഉ സുജൂദു സഹ്വി ലിസുന്നത്തിൻ ഫാതത് സഹ്വൻ മിനൽ മുഅ്താദി അലാ ഫിഅലിഹാ, മിനൽ മുഅ്താദി അലാ ഫിഅലിഹാ. അൽഹംദുലില്ലാഹ്. മനസ്സിലായ? സാധാരണ ഒരാൾ ചെയ്യുന്ന ഒരു സുന്നത്ത്, പതിവായി ചെയ്യുന്ന സുന്നത്ത് എന്തായി? നിസ്കാരത്തിൻ്റെ അസ്ല് പോലെയായി. അപ്പോൾ അത് ഒഴിവാക്കുമ്പോൾ നിസ്കാരത്തിന് എന്തോ കുറവ് സംഭവിച്ചതുപോലെയാണ്.
അപ്പം എന്ത് ചെയ്യണം? സുജൂദ് സഹ്വിലൂടെ പരിഹരിക്കപ്പെടണം. തിരിയുന്നുണ്ടോ? ഇനി മനഃപൂർവ്വം ഒഴിവാക്കിയെങ്കിലോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 ഷർത്തുകളാണ്. സുന്നത്തായ ഒരു കാര്യം ഒഴിവാക്കുകയാണെങ്കിൽ അതിൻ്റെ സുജൂദിന് 2 ഷർത്തുകളാണ്. അപ്പോൾ എപ്പോൾ സുജൂദ് ചെയ്യേണ്ടത്? ഖബ്ല സലാമോ ബഅദ സലാമോ? അപ്പോൾ നേരത്തെ ഹിക്മത്ത് പറഞ്ഞില്ലേ, ആ ഹിക്മത്തിലൂടെ ഒന്ന് ചിന്തിച്ചാൽ മതി. സുന്നത്ത് ഒഴിവാക്കി ഒരാൾ, സുന്നത്ത് ഒഴിവാക്കി, ഖബ്ല സലാമോ ബഅദ സലാമോ? അപ്പോഴാ ഖബ്ല സലാം. കാരണം എന്താ? ആ സുന്നത്ത് രണ്ടാമത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ സുന്നത്ത് കുറഞ്ഞു. ആ കുറവ് പരിഹരിക്കാൻ നിസ്കാരം പൂർത്തിയാകുന്നതിന് മുമ്പ് സുജൂദ് ചെയ്യുക. ഇതാണ് എൻ്റെ ഖായിദ. ആ ഹിക്മത്ത് അതാണ്. അതിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. തിരിഞ്ഞില്ലേ? അപ്പോൾ 2 ഷർത്തുകളാണ്. സുന്നത്തായ ഒരു കാര്യം ഉപേക്ഷിച്ചാൽ 2 ഷർത്തുകളാണ് സുജൂദ് ചെയ്യാൻ വേണ്ടി. ഒന്നെന്താ? ഒന്ന്, ആ സുന്നത്ത് ഒഴിവാക്കിയത് മറന്നുകൊണ്ടായിരിക്കണം, സഹ്വോട് കൂടിയായിരിക്കണം. മനഃപൂർവ്വം സുന്നത്ത് ഒഴിവാക്കിയാൽ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? മറന്നുകൊണ്ടായിരിക്കണം. 2, ആ സുന്നത്ത് മിനൽ മുഅ്താദി അലാ ഫിഅലിഹ, പതിവായി ചെയ്യുന്ന സുന്നത്തായിരിക്കണം. رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا